സാധാരണ നാട്ടിൽ വരാൻ നേരം എവിടെയെങ്കിലും പുറത്ത് പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണുക കുറച്ച് ചെക്ക് ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരാറ്. പക്ഷെ ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക എന്നതായിരുന്നു എന്റെ പ്രധാന പണി. ഒത്തിരി പ്ലാൻ ചെയ്ത് അതൊന്നും നടക്കത്തില്ല. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഏറ്റവും കൂടെ പോവാം. അപ്പൊ ഇന്ന് ഞാനും നബിയും വന്നത് എന്റെ കൂടെ സ്കൂൾ മുതൽക്കേ പഠിച്ച എന്റെ ഫ്രണ്ടിനെ കാണാനാണ്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ലെങ്കിലും മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത്. ഫൈനലി ഇവരെ മൂന്നാളെയും കാണാൻ പറ്റും. ലച്ചുവിന്റെ ഡെലിവറി കഴിഞ്ഞ ഭാവയ്ക്ക് 2 മാസം ഉള്ളപ്പോഴായിരുന്നു ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഇപ്പതേ ആൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. ലൈഫിൽ എന്തൊരു വലിയ ട്രാൻസിഷൻ ആണല്ലേ. സ്കൂളിൽ പഠിക്കുന്ന സമയം ഹോംവർക്കും അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടെന്ന് ഞങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കഷൻ കേട്ടോ. പ്രത്യേകിച്ച് ഈ ഡൗട്ട്സ് ഒക്കെ കാണുമല്ലോ, അതിങ്ങനെ അപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനവും കാണില്ല. സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതലും കാണുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവ സമയത്താണ്. കൂടുതൽ ഫ്യൂച്ചറിലെ കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ഫുൾ ഡിസ്കഷൻ. കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡിങ് കുറച്ച് ദിവസത്തെ ഡിഫറൻസിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് സെയിം ടൈമിലായിരുന്നു പ്രഗ്നന്റ് ആയത്. പിന്നെ 2 ബേബികൾ. പിന്നെ യൂട്യൂബ് ചാനലും ഞങ്ങൾ ഏകദേശം ഒരേ ടൈമിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.